കുഞ്ഞപ്പ ടാറ്റാ. ഇല്ല. അപ്പോൾ ഇന്നാണേൽ അപ്പുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണേ. അപ്പോൾ അപ്പുവിൻ്റെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പപ്പയാണെങ്കിൽ കുഞ്ഞപ്പനെ അമ്മയും കൊണ്ട് അങ്ങോട്ട് പോയി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വരും എന്നെ കൊണ്ടുവിടാൻ. അപ്പോൾ ഞാനോർത്ത് അന്നേരത്തേക്ക് കുറച്ചങ്ങോട്ട് നടക്കാമെന്ന്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ പോയി കാണാം. അപ്പുവിൻ്റെ ഡാൻസൊക്കെ നമുക്ക് കാണാം. കുഞ്ഞപ്പനവിടെ ഇറങ്ങിയില്ലയോ? അതിന് ഡാൻസ് ആകുമ്പോ ഡ്രസ്സ് ആകും. നമ്മുടെ പാവാട വലിയ വലുതല്ല, ചെറുത്. അച്ഛൻ പോന്നുണ്ടായിരുന്നോ? ആൾക്കാര് വന്നില്ലേ അമ്മ? വന്നോ? പപ്പ വരുന്നോ? പപ്പ ചേട്ടാ കോസ്റ്റ്യൂം ചേഞ്ച് കഴിഞ്ഞു ചേട്ടൻ. അയ്യോ പൊട്ടൊക്കെ തൊട്ടോ? അപ്പച്ചൻ കണ്ടാടാ? അപ്പച്ചൻ കണ്ടോ നിന്നെ? ദൂണ്ട് അപ്പച്ചൻ. ഞങ്ങളപ്പുറത്തൂടെ വരുന്നേ. ഇതാരേടാ? ആദി. ആദിക്ക് പൊട്ട കിട്ടിയില്ലയോ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞാടാ? ഷിൻജാന്റെ പ്രാക്ടീസ് കഴിഞ്ഞോ ഡാൻസിന്റെ? ഇല്ലേ? അപ്പുറത്തെയോ? എന്താണ് കുഞ്ഞപ്പന്? പൊട്ടൊക്കെ കണ്ടോ? ആൾക്കാര് തന്നെ ഉള്ളു. ഒത്തിരി പേര് കാണത്തില്ലായിരിക്കും അല്ലേ? ഷൂ ഇട്ടു കുഞ്ഞ്. വർഷത്തിന്റെ സ്കൂൾ വാർഷിക ആഘോഷ വേദിയിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ പരിപാലിച്ച ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ആരംഭിക്കട്ടെ. അവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാണ്. കുഞ്ഞപ്പൻ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് നടക്കണമെന്ന് ഇല്ല കുഞ്ഞപ്പ? പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞപ്പനൊന്ന് നടക്കണം. ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി. ഇതാണ് മേപ്പാടം മർത്തോമ പള്ളി. മേപ്പാടം മർത്തോമ പള്ളി കണ്ടോ മോനെ? അപ്പം നമുക്ക് തിരിഞ്ഞ് നടക്കാം. അച്ചാച്ചൻ്റെ ഡാൻസ് കാണണ്ടേ കുഞ്ഞപ്പാ മോന്? അവിടെ ഇരുന്നാലല്ലേ കാണാൻ പറ്റൂ. ഇങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഇരിക്കണ്ടേ? അവന് ബോറടിച്ചകത്തിരുന്നപ്പോൾ.
പമ്പയാർ ഒഴുകുന്നു. പമ്പയാർ MTLP സ്കൂൾ മേപ്പാട്. വീട്ടിൽ കുടുംബത്തിന് ഐശ്വര്യമായി സഭയ്ക്കും സമൂഹത്തിനും പൊതുസമൂഹത്തിനും പ്രയോജനമുള്ളവരായി വരുവാൻ വിഭജനം സഹായിക്കുന്നത് ഇത് കട അങ്ങനെ 2-3 പരിപാടിക്ക് ശേഷം നമ്മുടെ അപ്പൂസിൻ്റെ ഡാൻസ് തുടങ്ങി. അപ്പോൾ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, ആ പാട്ടിൻ്റെ ഡാൻസ് ആയിരുന്നു അപ്പു കളിച്ചത്. അപ്പോൾ ആ പാട്ട് വെച്ച് നമുക്ക് ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സോങ് മ്യൂട്ടാക്കിയിട്ട് ഇട്ടേക്കുന്നത്. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാനും. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേക്ക് ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക്ക് ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു, വലയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു, പുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്തു, വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്കു പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്കു പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2 മൺകുടങ്ങളുടെ കഥയാണ്. പണ്ടൊരു ദിവസം കൃഷിക്കാരുണ്ടായിരുന്നു. അയാൾ നല്ല അധ്വാനിയായിരുന്നു. അടുത്തുള്ള പുഴയിൽ നിന്നും വെള്ളം ശേഖരിക്കുന്ന അയാളുടെ പതിവായിരുന്നു. ഒരു ദിവസം വെള്ളം ശേഖരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൺകുടം പൊട്ടി വിള്ളലുണ്ടായി. വിള്ളലിൽ നിന്നും വെള്ളം പോകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ അയൽക്കൂടെ ഉള്ളായിരുന്നു. ഇത് കേട്ട പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിനെ കളിയാക്കി, അയ്യേ നീ കുട്ടിയല്ല ഞാൻ കൂടെ കളിയാക്കി. ഇത് കേട്ട പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിന് ക്ഷമ വഹിച്ച്, ഇതിൻ്റെ ഗുണമാണ് മറ്റുള്ളവരുടെ കുകൾ കണ്ടാലും കളിയാക്കല്, നമ്മളുടെ കുകൾ കണ്ട് നമ്മൾ സങ്കടപ്പെടല്. എല്ലാവർക്കും അവരവരായി ഓരോരോ കഴിവുണ്ട്. അങ്ങനെ പ്രശ്നമായതുകൊണ്ടാണ് ശ്വേതാകാന് നമ്മുടെ ഹരിപ്പാട് ഉപജില്ലയിൽ പോയി ഈ കഥയ്ക്ക് A ഗ്രേഡ് സമ്മാനം നേടിയ ആളാണ് കേട്ടോ. നല്ല കഴിവ് കൊടുക്കണേ. അടുത്തതായി നമ്മുടെ നഴ്സറിലെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പിന്റെ മെഡലും സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഞാൻ അച്ഛനെ ക്ഷണിക്കുന്നു. ആർദ്രവ് കിരൺ. അതോടൊപ്പം തന്നെ ഫ്രോക്ക് ജമ്പിനും ഫസ്റ്റ് ഉണ്ട്. 2 പേരുകൊണ്ട് ജുവാൻ ഫ്രോക്ക് ജമ്പിനും ഫസ്റ്റ്. നമ്മുടെ ജുവാന് സർട്ടിഫിക്കറ്റ്. ഇത് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ആണെന്ന് തോന്നുന്നു. അനു അമ്മ ഇരിക്കുന്നുണ്ടോ? ഞാൻ ഫോൺ ഓണാക്കി അവൻ കണ്ട്. അങ്ങനെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ പപ്പ വന്ന് കുഞ്ഞപ്പനെ അമ്മയും കൊണ്ടുപോയി.
അപ്പോൾ ആണെങ്കിൽ സോനു അനുവും വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെയും പോയി. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട് വരണ്ട, ഞാൻ നടന്നു വന്നോളാന്ന്. ഇനി അറിയില്ല വരുമോയെന്ന് ഒക്കെ. വൈകിട്ട് വെയിലൊക്കെ താന്നപ്പം നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. വലിയ ചൂടില്ലാത്തതുകൊണ്ട് നടക്കാൻ സുഖമാണ്. നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് നടക്കാം. നല്ല കാറ്റുമൊക്കെ ഉണ്ട്. ഇത് ഓർത്തഡോക്സ് പള്ളിയുടെ സ്കൂളിൽ. അപ്പോൾ ഇതിന് സ്കോളർഷിപ്പിന് സെക്കൻഡ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രോഗ് ജമ്പിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും മെഡലും കിട്ടിയവന്. ഞങ്ങളുടെ പള്ളി കുരിശടിയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചു, നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ എൻ്റെ ഡാൻസൊക്കെ കണ്ടു, നല്ല ഡാൻസായിരുന്നു. കറുത്ത പണ്ണി നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, ആ ഒരു സോങ്ങിൻ്റെ ഡാൻസായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇടാൻ പാടാം. എന്നാലും നമുക്ക് കുറച്ച് ഭാഗം കാണാം. കുഞ്ഞപ്പൻ്റെ ബാഗ് എൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു, ഇതോളത്തങ്ങ് കിട്ടും. ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് കടലാസ ചെടി കാണാം, ബൊഗൈൻവില്ല പടർന്നിങ്ങനെ വളർന്ന് നിൽക്കുക മുകളിലോട്ട്, മരത്തേലോട്ട്. നല്ല ഭംഗി ഇത് കാണാൻ. ഇട റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുക. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.